പയ്യന്മാരൊക്കെ എൻ്റെ കൂടെ വരണത് തോന്നുന്നു. റൊണാൾഡ് ഹോട്ടലിൽ നിൽക്കാം. നീ നീ ട്രോപ്പിക്ക് പോയിക്കോ, ഞാൻ വന്നോളാം. ട്രോപ്പിക്ക് പോയിക്കോ, ഞാൻ വന്നോളാം. പക്ഷേ ഇവിടെ ഇതാണ് നിങ്ങൾ പറയേണ്ടിയിരുന്ന മുത്തേ. ഞാൻ അല്ലെങ്കിലും അങ്ങ് ചെല്ലൂലേ. എനിക്ക് പതി ഇങ്ങനെയൊക്കെ വണ്ടി ഓടിച്ചെല്ലാണ് നല്ലത്. നമ്മളെ പയ്യന്മാരും അപ്പോഴത്തേക്ക് കയറി വന്നോളും. എടാ ഈ ലൊട്ട ഞാൻ ഇടിച്ചടാ. എന്ത് കാര്യം പറയട്ടെ. അവിടെ എന്തിനാ ഒരു ചെറിയ ലൊട്ട പൊന്തിയിരുന്നു. ആ ലൊട്ടയെ ഞാൻ പോയി തട്ടി. അവിടെ എന്നെ കഥ നിൽക്കാൻ പറയണ്ട മുത്തേ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല മുത്തേ. നമ്മളെന്തൊരു ട്രോപ്പിക്ക് എത്താറാവുന്ന ഹോട്ടലിൽ ഓടാ. ഓക്കെ 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 ഓടാ. ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ്. ട്രോപ്പി തന്ന ഹോട്ടലിൽ വരും. ഓടാ. ഓ സെറ്റ് സെറ്റ് വരാം. മുത്തേ എല്ലാവരും പോയിട്ടൊന്ന് അവൻ സപ്പോർട്ട് ചെയ്തിട്ട് കേട്ടോ. എന്തായാലും നല്ല ഇതിൽ പറയണ ഹാർഡ് വർക്ക് ചെയ്യണ അതില്ല. അപ്പോൾ എന്തായാലും പോയി സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്തിട്ട് കേട്ടോ. പാവല്ലേ എല്ലാവരും പോയിട്ട് സപ്പോർട്ടൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത് തന്നെ ഈ കൂടുതൽ എന്തിനു പറയാൻ സപ്പോർട്ട് ചെയ്യും മുത്തേ. പാവത്തിന് ഹാർഡ് വർക്ക് ചെയ്യണവരൊക്കെ നമ്മളിങ്ങനെ ഇഗ്നോർ ചെയ്ത് കളയും മുത്തേ. നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അത് തന്നെ. മച്ചാൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമുണ്ട്. പക്ഷേ എൻ്റെ ഈ വണ്ടി ഇത് എന്തെങ്കിലും കൊണ്ടുകൊടുക്കും. ഈ വണ്ടിയും കൊടുത്താലാ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ട് എനിക്ക്. പക്ഷേ പൈസ കൊടുക്കത്തില്ല. പൈസ ലിമിറ്റായിപ്പോയി. അതാണ്. ഇല്ലെങ്കിൽ നാളെ കീർത്തി വല്ലതും കൊടുത്താലാ. ലിമിറ്റില്ല. ലിമിറ്റ് 5 ലക്ഷം ലിമിറ്റല്ലേ. എനിക്ക് നേരത്തെ അങ്ങനെ കാണിച്ചതുകൊണ്ടാണ്. എന്തെങ്കിലും നോക്കാം. നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും ആദ്യം അച്ഛൻ്റെ അടുത്ത് എത്തട്ട്. അച്ഛൻ്റെ അടുത്ത് എത്തട്ട്. ചാത്തക്ക് ഇപ്പം നോക്കാത്തേ ലൊട്ട പറയല്ലേ മുത്തേ. ഞാനിവിടെ ഇപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണം. പോരാത്തതിന് റൊണാൾഡിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള പയണത്തിലാണ്. മനസ്സിലായില്ലേ. അപ്പോൾ അതിനിടയിലാണ് എനിക്ക് എല്ലാം ചാറ്റ് തന്നെ നോക്കിയപ്പോൾ സമയമില്ല മുത്തേ. ലൊട്ടായിട്ട് വിചാരിക്കല്ലേ ഏട്ടാ. ഒരു അത്യാവശ്യ കാര്യത്തിൽ നിൽക്കുമല്ലേ മുത്തേ. അതിനെ നിങ്ങളൊന്ന് മനസ്സിലാക്കേട്ടാ മുത്തേ. റൊണാൾഡ് എവിടെയാണ് ആ മാപ്പിലൊന്നും കറക്റ്റ് എവിടെയാണ് റൊണാൾഡ് ഇപ്പം എവിടെയാണ് കറക്റ്റ് എവിടെയാണ്? ഞാൻ കഴിഞ്ഞു പോയ റൊണാൾഡിനെ. നമ്മളെ ലൈവാണ്. ഒരു റെഡ് കാറാണ് റൊണാൾഡിൻ്റെ. അതാണ് ഫോൺ. എടാ മുത്തേ ഞാൻ കഴിഞ്ഞു റെഡ് സിവിക്ക്. എവിടെ ഓ ഇവിടെയാണോ? ഇതാണ് ഈ ഹോട്ടലായിരുന്നാ? കഴിഞ്ഞു പോയി. എവിടെയാണ് ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞാണ്. പോലി ഇവിടെയാണ് ഇതാണ് ഈ സ്ഥലമാണോ? അതാണ്. ഓക്കെ അങ്ങോട്ട് പോവാം. ഓക്കെ നമ്മൾ പറയേണ്ടിയിരുന്നാ. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വച്ച് അവൻ ട്രോപ്പിക്കിൽ ഏതാ ഹോട്ടലിലോട്ടായിരിക്കും പോയി ഞാൻ വിചാരിച്ച് ആ ട്രോപ്പിക്കിലോട്ട് വെച്ച് പിടിച്ച്. നമ്മുടെ പയ്യന്മാരും കൂടെ വന്നു. കുഴപ്പമില്ല. എടാ നമ്മളെ ഇപ്പോൾ 3 പേര് കാണുന്നുണ്ട്. ഓക്കെ എന്തായാലും സന്തോഷം. വരും കാണണ്ടല്ലോ. അതിന് സന്തോഷമുണ്ട്. കൂടുതൽ യൂസ് തോന്നുന്ന അതിനൊക്കെ സന്തോഷം. എന്തായാലും നോക്കാം മുത്തേ. നമ്മളെന്തായാലും അവൻ്റെ അടുത്ത് കണ്ടുപിടിച്ചോട്ട്. ഞാൻ അങ്ങാട്ടിയായിട്ട് വണ്ടി പയനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു കാര്യം ചെയ്താൽ മതിയായിരുന്നു. റൊണാൾഡ് വാണ്ട് ടു സെൻഡ് യു. എടാ മച്ചനെ വേണ്ടായിരുന്നു മുത്തേ. ഓ എടാ വേണ്ടാ. ഞാൻ അവന് പൈസ കൊടുക്കാനുള്ളതിൽ ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് കൊണ്ട് കൊടുക്കണമുണ്ടായിരുന്നു. പക്ഷെ ഇതെന്ത് മുത്തേ നടക്കണത്. എടാ ഞാൻ നമുക്കൊരു ക്യാരവാൻ ട്രിപ്പ്. ഇപ്പം ഞാൻ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല മുത്തേ. ക്യാരവാൻ ട്രിപ്പൊക്കെ നമുക്ക് എല്ലാം ശരിയാക്കാം, സെറ്റാക്കാം മുത്തേ. നമ്മളിപ്പം അത് ഞാൻ അവനൊന്ന് കണ്ടുപിടിക്കട്ട്. എൻ്റെ വണ്ടി ഇടിച്ച് മറിഞ്ഞ് ഇത് അവസാനം ഞാൻ കണ്ടുപിടിച്ചാൽ മുത്തേ അവനെ. അത് ഇവിടെയല്ലേ ഉള്ളത്. ഇവിടെയല്ലേ ഞാൻ കണ്ടുപിടിച്ച. ഇത് തന്നെ. എവിടെയാണ് മുത്തേ അവൻ? എവിടെ അഹമ്മദ് ബ്രോ പ്ലീസ് ഗീവ് മീ മണി. മറ്റേ 14 പേർ റൂമിലുണ്ട്. മണി ലിമിറ്റായി പോന്നിക്കേ. എടാ എവിടെ റൊണാൾഡ്? റൊണാൾഡ് മുത്തേ. അതല്ല റൊണാൾഡ് വൈറ്റി ബ്രദർ. അവസാനം കണ്ടുപിടിച്ചടാ നിന്നെ ഞാൻ. ബ്രദർ അവസാനം നിന്നെ ഇടിച്ചു. ഓ അസുരൻ റൊണാൾഡ്. വണ്ടി ഇരിക്കണം. വണ്ടി നിറങ്ങും. യോ ബ്രദർ എന്തെല്ലാം സുഖം. ഇറങ്ങ് റൊണാൾഡ് ബ്രോ. ഞാൻ രാജു. എടാ രാജുവിൻ്റെ നമ്മളിവിടെ ഇവനുമായിട്ട് സംസാരിക്കുന്ന നേരത്ത്
ഇറങ്ങി വാമച്ചാനെ ഇറങ്ങി റൊണാൾഡോ അതിൻ്റെ വണ്ടിയിനകത്തിരിക്കാൻ മുത്തേ വരണില്ല, വെളിയിൽ വരണില്ല. എടാ നിങ്ങൾ പറഞ്ഞാണ് എന്ത് ബഗ് അങ്ങനെ ഉണ്ടാ? നിൽക്കേ പറഞ്ഞേ റൊണാൾഡോ ടോപ്പിക്കിൽ വാ മുത്തേ. എനിക്ക് അവന് പൈസ അയക്കണമെന്ന് മുത്തേ, പൈസ അയക്കാൻ പറ്റില്ല. പൈസ സിനിമ മണി കണ്ട ഇപ്പം ഞാൻ എത്ര 10-50,000 രൂപയ്ക്കാൻ നോക്കിയാലും മാക്സിമം അയക്കാൻ നോക്കിയാൽ കണ്ട എനിക്ക് ലിമിറ്റായി പോയി. ഇല്ലേ ഞാൻ അയച്ചു കൊടുത്തേനെ കണ്ടോ. യു ഓക്കെ ഗെയിം ക്യാറ്റാണ്. ഓക്കെ ബ്രോ ബ്രദർ. ഹായ് ബ്രദർ. ഹായ് ബ്രോ. റൊണാൾഡോ എവിടെ പോയി? ഇങ്ങോട്ട് എന്നെ അറിയാമോ? എന്നെ അറിയാമെന്ന് ചോദിക്കും നമുക്ക്. അവിടെ എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യും. പാവം ഹെഡ് ബോക്സ് ബ്രോ. വണ്ടി എവിടാ? വണ്ടി കൂടെ വാ. വണ്ടി അങ്ങാണ്, അവിടെ ഉണ്ടാവും. അവിടെ കൂടെ വാ എന്നാ കൂടെ വാ അച്ഛാ. കൂടെ വാ എടാ മുത്തേ, എല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കാമോ മുത്തേ? കണ്ട വണ്ടി കണ്ട സിഡാനെ വണ്ടി. എടാ മുത്തേ എനിക്കല്ല, എല്ലാവരും കൂടെ അവൻ അയച്ചുകൂടെ പൈസ. ആ മച്ചാനെ സപ്പോർട്ട് ചെയ്യും എല്ലാവരും കൂടെ. റൊണാൾഡോ എവിടെ? മുത്തേ എനിക്ക് എന്തെങ്കിലും വേണമെന്ന് അയച്ചു കൊടുക്കണമെങ്കിൽ എൻ്റെ വണ്ടി ഒന്ന് കയറിക്കോട്ടെ. എൻ്റെ വണ്ടി വേണമെന്ന് അയച്ചു കൊടുക്കാം. എൻ്റെ സബ്സ്ക്രൈബർ എന്ന വണ്ടിയാണെന്ന് തോന്നുന്നു മുത്തേ. എന്നാലും കുഴപ്പമില്ല മുത്തേ, ഇതങ്ങ് കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമുണ്ട് മുത്തേ. എനിക്ക് റൊണാൾഡോ ആയിട്ട് സെൽ കാറ് $1 അയച്ചു കൊടുക്കാം മുത്തേ. വാങ്ങ് പോയാ യുവർ കാർ ബ്രദർ. അത്രേ ഉള്ളു മുത്ത. ഈ കാർ എനിക്ക് ഇഷ്ടമായിരുന്നു മുത്ത, എന്നാലും കുഴപ്പമില്ല. നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ അവന്? എനിക്ക് എന്തെങ്കിലും അവനൊന്ന് കൊടുക്കണമെന്ന് ആഗ്രഹം തോന്നി. കാരണം വെച്ചാൽ എനിക്ക് പൈസ കൊടുക്കാൻ പറ്റിയില്ല, മനസ്സിലായില്ല. പൈസ കൊടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. അതൊന്നും വെൽക്കം ബ്രദർ. റൊണാൾഡോ ഇതൊക്കെ ആര് മുത്തയില്ല. ആറാൽ ഹീറോ എന്നൊക്കെ പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ ഫ്രണ്ട്സ് ആക്കാൻ റിക്വസ്റ്റ് ഇടുമ്പോൾ എല്ലാവർക്കും ഇതാ കൊടുക്കണം. താങ്ക് യു ബ്രോ. ഇവിടെ ഞാൻ ട്രോപ്പിക്കിൽ എത്തി. റൊണാൾഡോ ബ്രോ ഞാൻ ട്രോപ്പിക്കിലെത്തി. റൊണാൾഡോ ബ്രോ എങ്ങോട്ട് പോകണം? മുത്ത ഇതാണ്. എടാ ഇപ്പം എനിക്ക് റിച്ച്മാൻ്റെ മനസ്സിലെ ഇത് മനസ്സിലായി കേട്ടാ. മനസ്സിലെ സന്തോഷം റിച്ച്മാനെ എനിക്കിപ്പം തന്നെ മനസ്സിലായി മുത്തേ. അതായത് നീ എനിക്ക് ഗിഫ്റ്റ് തന്നപ്പോൾ നിൻ്റെ മനസ്സിൽ എന്തൊരായിരിക്കും ആ ഒരു കുളിർമ സന്തോഷം മുത്തേ എനിക്ക് കിട്ടിയത്, മനസ്സിലായില്ലേ? എനിക്ക് ആ സന്തോഷം ഇപ്പം കിട്ടി മുത്തേ. റിച്ച്മാനെ എനിക്കിപ്പോൾ അത് മനസ്സിലായി മുത്തേ. ഉള്ള കാര്യം പറയാമല്ലോ. റിച്ച്മാൻ എനിക്ക് വണ്ടി തന്നപ്പോൾ അവൻ്റെ മനസ്സിലാ ഒരു കുളിർമ എന്തിനാ, എനിക്കൊരു സന്തോഷത്തിൻ്റെ, നമ്മളൊരു സഹായിച്ചില്ല, നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തല്ല, അതേ സന്തോഷം ഇപ്പം മുത്തേ എനിക്ക് മനസ്സിലുണ്ട് മുത്തേ. ഉള്ള കാര്യം പറയാമല്ലോ. ട്രോപ്പിക് ബ്രോ. ഓക്കെ എന്നാ സിദാനെ മുടി എവിടെ പോയി മുത്തേ? നിന്റെ മുടിയാണ് നിന്റെ അഴക്. മറ്റുള്ള തലയിലൊരു സാധനം കാണില്ലേ, മറ്റില്ല എന്തൊരു സാധനം, വലിയൊരു സാധനം മുത്തേ. അതൊക്കെ എവിടെ നിന്റെ മുടി എവിടെ? ഓക്കെ എന്നാ അവൻ പോയാ മുത്തേ? അവൻ പോയാ? ഓക്കെ എന്നാ പോവാം. അപ്പം നിങ്ങളെല്ലാം എന്നെ കാത്ത് നിന്നല്ലേ അവൻ്റെ കൂടെ പോകാതെ മുത്തേ. താങ്ക് യു കേട്ടാ. എടാ ഈ വണ്ടി നല്ല വണ്ടിയാണ് കേട്ടോ. അവന് കൊടുത്ത ഞാൻ അഴുക്ക വണ്ടി തന്നെ എടുത്ത കേട്ടോ. എനിക്ക് ഏതാ സബ്സ്ക്രൈബർ തന്നെ എനിക്ക് പെട്ടെന്ന് ഈ വണ്ടി എടുത്തോളാന്ന് വന്നത്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങ് കൊടുത്ത കേട്ടാ. ഒട്ടേന്ന് വിചാരിക്കില്ല കേട്ടോ. ഇതാണ് നല്ല എനിക്ക് നല്ല അവൻ്റെ ഏത് വണ്ടി ഉണ്ടെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് കൊടുത്തത്. റെഡ് ബോക്സ് ബ്രോ മീ ഡ്രൈവ്. ഓക്കെ നീ വാ. ഓക്കെ വാനാവേ അപ്പു കയറുന്ന മുത്തേ. നവാബ് എവിടെ? പ്ലെയർ റേസ് വിത്ത് മുത്തേ. റൈസാ ഈ വണ്ടി ഇതൊക്കെ ഇത് പവറിനാന്ന് എനിക്ക് അറിഞ്ഞോളാം മുത്തേ. നമ്മൾ വേറൊരു വണ്ടി റേസ് ചെയ്യാം. വേറൊരു വണ്ടി നോക്കാം മുത്തേ. ഈ ഒരു വണ്ടി വേണ്ട, വേറൊരു വണ്ടി റേസ് ചെയ്യാം. അതെ ഈ വണ്ടി ചെയ്താൽ ചിലപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഓടിക്കണം, സത്യം പറയാമല്ല. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വേറൊരു വണ്ടി വരാം. വേറൊരു വണ്ടി വരാം മുത്തേ. അതാണ് നല്ല.
അസറിനെ നേരത്തെ അദ്വൈതൊക്കെ എന്തിനാന്ന് എന്തിനാ ചാറ്റ് ചോദിച്ചായിരുന്നു. അപ്പം നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കാനുണ്ടായത് കഴിഞ്ഞാൽ മുത്തേ. അസുര ഉണ്ടല്ലോ, അവിടെ കൂടെ പോകണം മുത്തേ. അവൻ്റെ വണ്ടി റൊണാൾഡ് പോയാൽ മുത്തേ. ബ്രോ വേറെ റൂം ഇട്, ഫോട്ടോ എടുക്കടാ. ഫോട്ടോ എടുക്കണോടാ, എനിക്ക് അവൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമായിരുന്നു. അതാണ് സെറ്റ് ഫോട്ടോ എടുക്കണം പറഞ്ഞോട്ടെ. റൊണാൾഡ് പോയാ അത് അവിടെ നിൽക്കണം. ഞാൻ അവൻ്റെ ലൈവ് ഒന്ന് നോക്കിയോട്ടെ മുത്തേ. റൊണാൾഡിൻ്റെ ലൈവ് ഞാൻ ഇവിടെ നിൽക്കണം കേട്ട്. നമുക്ക് അവിടെ നിൽക്കണേ ഉള്ളു മുത്തേ. ഞാൻ ഞാൻ അങ്ങ് വച്ച് പിടിക്കണം. നമ്മളിങ്ങനെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ മറ്റേ കാറിലെ റേസിങ് പോലെ നമ്മൾ വയ്ക്കൊണ്ട് നമുക്ക് പതിയെ പോവാം. അതാണ് നല്ല. ഞാൻ പാവം അവൻ്റെ കൂടെ അങ്ങ് പോയാൽ പോരെ. അവൻ്റെ കൂടെ നമുക്ക് 2 ഫോട്ടോ അങ്ങ് എടുക്കാം. അതാണ് 2 ഫോട്ടോ എടുത്ത് നമുക്ക് പോകാം. അതായിരിക്കും നല്ലത്. എടാ നിങ്ങൾ സോറിയടാ, നിങ്ങൾ എൻ്റെ കൂടെ ഇത്രയും വന്നിട്ട് ഞാൻ മനഃപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാനല്ല മുത്തേ. അപ്പം അവൻ്റെ കാറിന് കറക്റ്റ് ട്രാക്ക് ചെയ്ത് പോകാൻ പറ്റണല്ലോ, അതുകൊണ്ടാണ് സോറി നിങ്ങളെ മനഃപൂർവ്വം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് ദ്രോഹിക്കണമല്ല അങ്ങനെ വിചാരിക്കല്ലേ മുത്തേ.